ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെയിറ്റ് ഇന്ന് ഒരു ഫാമിലി വ്ളോഗാണ്. ലെറ്റ്സ് ഗോ. സോ ഗായ്സ്, നമ്മുടെ ഉപ്പാടെ ഫാമിലിയിൽ നിന്നാണ് ഇന്നത്തെ കുടുംബസംഗമം. ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ക്ലോസ് റിലേറ്റീവ്സും ഇന്നോടെ ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തറവാട്ടിൽ നിന്ന് തുടങ്ങിയാലോ. എല്ലാവരും നൈസായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ചേർന്നോക്കൂ. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവപാദം കൈവേണം. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഉമ്മമാരും നമ്മുടെ പോലെ ആയത് കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലൊരു സന്തോഷം വന്നത്. അതായത് എപ്പോഴേലൊക്കെ ഒരിക്കൽ ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വെക്കുമ്പോൾ അത് നമുക്ക് വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ് തരിക. അങ്ങനെ പ്രാർത്ഥിച്ച ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് മൂത്താപ്പ എല്ലാവർക്കും മിഠായി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ കുട്ടികളെ കസേരക്കളിയാണ്. മത്സരം വാശിയേറി വരികയാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഐഷു കളി ചേച്ചി. അങ്ങനെ ആ കളിയുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ധൂമോളുടെ കൂടെ ഉപ്പയും മൂത്താപ്പയും കൂടി ഒരു കളി കൂടി കളിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ആ കളി ഉമ്മമായി കൊണ്ടായി. അടുത്ത ഇനി വലിയവരുടെ കളിയാണ്. അതിന്റെ ലാസ്റ്റ് ഉപ്പയും ഉമ്മയാണ് കണ്ടസ്റ്റൻസ് ആയത്. ഓഡിയൻസ് ആകെ ക്യൂരിയസ് ആണ് ഇതിൽ ആര് ജയിക്കും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. കളിയൊന്നും ഓട്ട മത്സരമായോന്നൊരു സംശയം. അവരങ്ങനെ അവസാനം കസാരക്ക് അടിയായി. അപ്പോഴേക്കും നമ്മുടെ നേണയും അശ്വാത്യം വന്നിട്ട് ഉമ്മാനെ വിജയായി പ്രഖ്യാപിച്ചു. അടുത്ത നമ്മുടെ പിള്ളേരുടെ കളിയാണ്.
പിന്നെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അധികം ടയേർഡാവുണ്ടോ വിചാരിച്ചിട്ട് ഞാൻ ഔട്ടായി. നമ്മുടെ പിള്ളേരല്ലേ, അത് കളിക്കട്ടെ നീ. അങ്ങനെ കളി ഇങ്ങനെ വൈബായി വരികയാണ്. പിന്നെ താത്തയും മസിക്കാണ് അവസാനത്തെ കണ്ടസ്റ്റൻസ് ആയത്. ഇപ്പോഴാണ് ശരിക്കും കസാരക്കളിയായത്. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. ഇനി ക്യൂ എന്താന്നല്ലേ? ഈ ഉപ്പിലിട്ട് കഴിക്കാനാണ്. കാണുമ്പോണ്ടല്ലോ വയലിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനും പൊക്കി ഒരെണ്ണം. ആയാലോ? And guys, ഇനി കുറച്ച് റിയാക്ഷൻസ് ആവാം. നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഒരു രംഗം കാണുന്നത്. കുട്ടികളൊക്കെ കൂടി മൂത്താവാനാണ് പൊന്തി. മുട്ട വാടാ. എന്തുണ്ടായി? നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഉഷാറാവാം. എന്താണ് അഭിപ്രായം വെള്ളം കുടിച്ചിട്ട്? അതേ ഓർമ്മ. വയ്യ. വെള്ളം കുടിച്ച് കട്ടി കൂടിണ്ടാവുന്നൊരു എന്താണ് നോടി പറഞ്ഞേ? കൊറേ പേര് മൂത്രയിച്ചിട്ടുണ്ടാവും. ഞാൻ കുടിക്കാളെ
വെറുതെ പറയണി. ഇനി കുറച്ച് നൈസ് ഡാൻസ് ആയാലോ? ഗൈസ്, നമ്മുടെ ഖദീജു വെള്ളം കുടിച്ചതിൽ സ്റ്റക്കായി തോന്നി. ഇനി നമുക്കൊരു ഓട്ട മത്സരം കാണാം. ഇനി കുറച്ച് കല്ലുകളി നൊസ്റ്റാൾജിക്ക് കിടക്കാം. അങ്ങനെ കളിയിൽ അമ്മായിനെ അടിക്കാൻ കിട്ടിയ ചാൻസ് ഞാൻ മാക്സിമം മുതലാക്കി. ബാക്കിയുള്ളത് ഞാൻ ചായ പിടിച്ചിട്ടാവാം. ഇനിയിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയാലോ? രണ്ട് കൈയല്ല. കറക്റ്റ് കൈ പിടിച്ചിട്ട് പറഞ്ഞേ ഇത്ര തടിഞ്ഞതോ ഇത് നല്ലോ വളരെ നല്ലത്. ഇത് നിസാബ് കൈ മാത്രം ഇതല്ല അതില്ലോ വളരെ മാറ്റമല്ലോ. കൈ കഴിഞ്ഞത് ഉണക്കിക്കണം. മാറി മാറി നീറ്റ് പോയിക്കോ നോക്കിക്കൊണ്ടാ ഞാൻ കൊണ്ടുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ ആനന്ദം സിനിമയിൽ അനാർക്കലി മരക്കാർ പറയുന്നത് പോലെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൊച്ചുകുടുംബം?